ഖത്തറിൽ അജിയാൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ന് അതിലൊരു മലയാളം സിനിമ കാണാനും കേൾക്കാനും നമുക്ക് പറ്റി. പോൾ എബ്രഹാമും അതുപോലെ തന്നെ അബ്ദുള്ള അൽഖൂറും കൂടി സംവിധാനം ചെയ്ത ആൽക്കലൈൻ എന്ന സിനിമയാണ് അജിയാൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ന് പ്രദർശിപ്പിച്ചത്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നെത്തിയ സിനിമാ ആസ്വാദകർക്ക് മുന്നിൽ നിറഞ്ഞ കയ്യടിയോടെയാണ് ആൽക്കലൈൻ എന്ന മലയാള സിനിമ പ്രദർശിപ്പിച്ചത്. മലയാളിയായ പോൾ എബ്രഹാമും ഖത്തരി സിനിമാ പ്രവർത്തകൻ അബ്ദുള്ള ഹുറും സംവിധാനം ചെയ്ത സിനിമ മെയ്ഡ് ഇൻ ഖത്തർ വിഭാഗത്തിലാണ് അജിയ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചത്. സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പ്രകൃതിവാദിയായ അച്ഛൻ താൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പോലെ തന്റെ മക്കളും ആരോഗ്യവാനായിരിക്കാൻ ശ്രമിക്കുന്നു. അച്ഛന്റെ ഇഷ്ടങ്ങൾ തന്നിലേക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുമ്പോൾ മകനുണ്ടാകുന്ന ചിന്തകളും ആശങ്കകളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. പിതാവും മകനുമായി സംവിധായകൻ പോൾ എബ്രഹാമും അച്ഛൻ സാജുവും തന്നെയാണ് വേഷമിട്ടിരിക്കുന്നത്. I told him this is about your lifestyle, this is your story and tell us what you want to show and how it is. 18 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം മുഴുവനും മലയാളത്തിലാണ് സംഭാഷണങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ഖത്താറിൽ ഇംഗ്ലീഷിലും അറബിയിലും സബ്ടൈറ്റിലൂടെ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ അച്ഛൻ മകൻ ബന്ധത്തിൽ ചലിച്ച കഥ പുറം രാജ്യക്കാരും നെഞ്ചിലേറ്റി. നല്ല എക്സൈറ്റിംഗ് ആണ്. ബിക്കോസ് അജാലിൽ ആദ്യമായിട്ടാണ് ഐ തിങ്ക് ഒരു മലയാളം ഫിലിം വരുന്ന സ്ക്രീനിങ് ഫോർ അജാൽ. സോ ഈ അറബ് എസ്പെഷ്യലി ഖത്തറിൽ ഇവർക്ക് നമ്മുടെ നാട് കാണിച്ചു കൊടുക്കാനും അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഓരോ രീതികളും കാണിച്ചു കൊടുക്കാനും ഒരു പ്ലാറ്റ്ഫോം കിട്ടി. നാട്ടിൽ വരുന്ന IFK കേരള ഫെസ്റ്റിവൽസിനൊക്കെ അപ്ലൈ എന്തായാലും ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് നാട്ടിൽ ബേസ് ചെയ്ത ഒരു ഫിലിം ആയതുകൊണ്ട് ഇഫ് എനിവൺ നോസ് എനി ഫെസ്റ്റിവൽ പ്രോഗ്രാമേഴ്സ് ഇൻ കേരള ഡു റീച്ച് ഔട്ട് മീ. ഐ വുഡ് ലവ് ടു സ്ക്രീൻ ദിസ് ഫോർ ദ ഫെസ്റ്റിവൽസ് ഇൻ കേരള. ഇനി 22-ാം തീയതി ഒരു തവണ കൂടി ചിത്രം അജിയാർ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കും. വോക്സ് സിനിമാസിലാണ് പ്രദർശനം.